ഫൈറ്ററാണ്, തിരിച്ചു വരും. സിനിമ ഇൻഡസ്ട്രി അങ്ങനത്തെ ഒരു ഏരിയ ആണത്. അവിടെ നമ്മൾ ഒന്നും ചെയ്യാൻ എവിടെ നിന്ന് വിളിച്ചോടാം. ചിലപ്പോൾ ഇവൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിന്ന് പോലും നമുക്ക് വിളിച്ചോടാം. പക്ഷെ സാക്ഷിയുടെ കോടതി ഇച്ചിരി സീനാണ്. സുരേഷ് ഗോപി സാറായിരുന്നു ഒരു ടൈമിൽ കൂടുതൽ പോലീസ് വേഷങ്ങളായിരുന്നു. അതെ അതെ. പിന്നെ മമ്മൂക്കാടെ കുറേ നല്ല പടങ്ങളുണ്ട്, ലാലേൻ്റെ ഉണ്ട് പോലീസ് വേഷങ്ങൾ. പുള്ളി യൂണിവേഴ്സ് ഉണ്ടാക്കണായിരുന്നു. അപ്പോൾ എനർജീസ് ആർ റിയൽ വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. ദൃഢം എന്ന ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ കൂടെ ഉള്ളത് ഷെയ്ൻ നിഗമാണ്. ഷെയ്ൻ, സ്വാഗതം. ദൃഢം ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ കണ്ടു, ഫസ്റ്റ് ഷോ തന്നെ കണ്ടു, വളരെ ഇഷ്ടമായി. കാരണം മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും കാരണം നമ്മൾ എപ്പോഴും കാണുന്നത് തീ പാർന്ന സംഭാഷണങ്ങളും ഭയങ്കര എന്താ പറയുക, എയറിൽ നിന്ന് തെളിവുകൾ ഉണ്ടാക്കുന്ന പോലീസ് ഓഫീസറൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്താ പറയുക, ഒരു സർവീസിൽ കയറി ഉടനെ ഒരു കേസ് അന്വേഷണം ഏറ്റെടുക്കേണ്ടി വരുന്നു, അവരെയൊക്കെ ചുറ്റുപാടുകളെ പരിചയപ്പെടുന്ന ഒരു പോലീസ് ഓഫീസർ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു വേഷം ഷെയ്നിൽ ഭദ്രമായിരുന്നാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് പറയുന്നത്. താങ്ക് യു. അപ്പോൾ ഒരു തുടക്കക്കാരൻ്റെ എല്ലാവിധ പതർച്ചകളും ആശങ്കകളും ഒക്കെയുള്ള ആ ഒരു പോലീസുകാരനെ അവതരിപ്പിക്കുന്ന എത്രമാത്രം വെല്ലുവിളിയായിരുന്നു പറഞ്ഞോളൂ. ഇതെന്താണ് ഈ ക്യാരക്ടർ എന്ന് മനസ്സിലാക്കാനായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുമ്പിലുള്ള ചാലഞ്ച്. കാര്യം പോലീസ് വേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുമ്പോഴും ഈ കഥയ്ക്ക് ആ ക്യാരക്ടർ ചേരണം. അതിപ്പോൾ ആദ്യം ഇയാൾ ഭയങ്കര ഒരു പരിപാടിയായിട്ട് നിന്ന എനിക്ക് തോന്നുന്ന ആ സിനിമയോ കഥയോ നടക്കില്ല. അയാൾ കുറച്ച് പാവമാണ്, ആ ഒരു മീറ്ററിൽ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലാണ് ചേഞ്ച് ഓവർ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ആവുള്ളൂ. അയാൾ ഓൾറെഡി മറ്റേ അഗ്രഗണ്യനായ ഒരു പോലീസുകാരനല്ല, അയാൾ ഫസ്റ്റ് ടൈമറാണ്. അതിൻ്റെ പേടി എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ. എന്നാൽ പുള്ളിക്ക് അറിയാം എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇതല്ലല്ലോ. ഇതൊക്കെ ഒരു റീവാച്ച് നടത്തുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഇയാളുടെ ആശങ്കകളും ഡൗട്ടുകളും അല്ലെങ്കിൽ ഇയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിരുന്നു. അതെ. പിന്നീട് അതൊരു അധികം പറയാനും പറ്റില്ല, സ്പോയിലർ. ബട്ട് ഇങ്ങനെ രസമുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. ഒരു പരിചയക്കുറവുള്ളൊരു പോലീസുകാരനാണ്. പരിചയക്കുറവുള്ള പോലീസുകാരനാണ്. പക്ഷേ ഇയാളുടെ ഇൻസ്റ്റിങ്സ് പലപ്പോഴും കറക്റ്റായിരുന്നു. അതെ. മിസ്ലീഡ് ചെയ്യപ്പെടുകയായിരുന്നു. അതെ. കരിയറിലെ മൂന്നാമത്തെ പോലീസ് വേഷമാണ്. ഫസ്റ്റ് കൊറോണ പേപ്പേഴ്സ്, രണ്ടാമത് വേല, മൂന്നാമത്തത് ദൃഢം. പോലീസ് വേഷങ്ങളിൽ തന്നെ വരുമ്പോൾ അതിലൊരു വ്യത്യസ്തത അല്ലേ ഇതിൽ ഈ ശരിക്കും യഥാർത്ഥത്തിൽ ഈ ദൃഢത്തിൽ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും. ശരിക്കും എനിക്ക് തോന്നുന്നു കൊറോണ പേപ്പേഴ്സിയുടെ പ്രിയദർശൻ സാറാണ് ഷെയ്നിന് ആദ്യമായിട്ടൊരു പോലീസ് വേഷം തന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വേലയാണ് ഷൂട്ട് ചെയ്തത്. നമ്മൾ കോവിഡിൻ്റെ ടൈമിലാണ് വേല ഷൂട്ട് ചെയ്തത്. പക്ഷേ റിലീസായത് കൊറോണ പേപ്പർ ആയിരുന്നു പ്രിൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പോലീസ് വേഷം എനിക്ക് ഇടാൻ പറ്റിയത് വേലയിലായിരുന്നു. സെക്കൻഡാണ് ശരിക്കും റിലീസ് ഓക്കെ. മൂന്ന് തരത്തിലുള്ള പോലീസ് വേഷങ്ങളാണ് ചെയ്തത്. ഒന്ന് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പോലീസുകാരനാണ്. രണ്ടാമത് വന്നപ്പോൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വന്നു. മൂന്നാമത് വന്നപ്പോൾ പഠിച്ചിറങ്ങിയ ഒരു പോലീസുകാരൻ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്തിരുന്നോ? കഥയിലുണ്ട്. കഥയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വ്യത്യാസമുള്ളത്. ഇപ്പോൾ ദൃഢത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു ന്യൂ കമ്മർ എങ്ങനെ ഒരു മേർഡർ മിസ്റ്ററീനെ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കുറ്റാന്വേഷണ സിനിമേനെ എങ്ങനെ ഒരു സാധാരണക്കാരൻ പോലീസായാലും എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് ആ ടേക്ക് വരിക. പിന്നെ കഥപരമായിട്ട് ഇയാൾക്ക് ചില പോയിന്റ് ഇയാൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് ചില സമയത്ത്. പക്ഷെ അയാൾക്ക് മനസ്സിലാവും ഞാൻ ഒരു ഒഫീഷ്യൽ ഫിഗറാണ്, ഞാൻ വളരെ സൗമ്യമായിട്ട് ഇത് ഡീൽ ചെയ്യണം എന്ന് അയാളെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അറിയാതെ അയാൾ അഗ്രസീവ് ആവുന്നുണ്ട് ചില സമയത്ത്. ഇപ്പോൾ നിങ്ങൾ അയാളുടെ നിന്ന് പൈസ മേടിച്ചിട്ടില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ ആരുടെ പൈസ പെട്ടെന്ന് ഇയാളുടെ ഉള്ളിലുള്ളൊരു സാധനം വരുന്നുണ്ട്. അതൊരു ചെറിയൊരു, അതായത് തീരെ മറ്റേ പാവം പരിപാടിയല്ല, പക്ഷെ ഒരു ശരാശരി ഒരു ന്യൂ കമ്മർ എങ്ങനെ പോലീസുകാരനാവുന്നു ആ മീറ്റർ പ്രോഗ്രാമാണ്. കാരണം അയാൾ ഇതുവരെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് അയാൾ ഒഫീഷ്യലി ഫേസ് ചെയ്യുന്നത്. ഇയാൾ മറ്റേ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലം പറഞ്ഞ സമാധാനമായിട്ട് ചെന്നത്. അതെ, അച്ഛനമ്മ കൃഷിക്കാരാണ്, ബാക്ക്ഗ്രൗണ്ട് ഒരു പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, അങ്കിൾ പോലീസാണ്, അങ്ങനെയൊക്കെ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഡയറക്ടർ മാർട്ടിൻ ജോസഫ്, ലിൻഡോ ജോമോൻ, ഇവർ ഈ കഥാപാത്രത്തിന് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ കൺസീവ് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ആദ്യം തന്നെ പറഞ്ഞത്. അതായത് എല്ലാവർക്കും ഒരു പാവം തോന്നണം, ഒരു സ്നേഹം തോന്നുന്നൊരു ക്യാരക്ടറായിരിക്കണം എന്നുള്ളൊരു മൂഡിൽ തന്നെയാണ് ഇവർ പിടിച്ചത്. എനിക്ക് തോന്നുന്നു തിരക്കഥയിലും ആ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പഞ്ച് ഡയലോഗ്സോ ആ രീതിയിലല്ല, ഇൻഫർമേറ്റീവ് ഡയലോഗ്സ് ആണ് കൂടുതലും പറയുന്നത്. പിന്നെ അയാളുടെ അവസ്ഥകൾ പറയുന്നത് വളരെ മിനിമൽ കുറച്ച് രംഗങ്ങളിലേ ഉള്ളൂ. പക്ഷെ അതെല്ലാം അത്യാവശ്യം നോട്ടബിൾ ആണ്. ഇയാൾ പറയുന്നത് ആരോടും എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു കഥയിൽ ഭയങ്കര റെലവൻ്റ് ആണ്. അതെ അതെ. അതിലൊരു സീനുണ്ട്,
ഫുഡ് പുറത്തുനിന്ന് വരുത്തണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞാനിവിടെ തന്നെ കുക്ക് ചെയ്തോളാം. അത് വീട്ടിൽ വളർന്നൊരു സാഹചര്യം കൊണ്ടുകൂടിയായിരിക്കും. ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്നാൽ എല്ലാവരും നല്ല സ്നേഹമുള്ള, ഇപ്പോൾ അവർ മദ്യപിക്കുന്ന അച്ഛനമ്മമാർ അങ്ങനെ വളർത്തിയതുകൊണ്ടായിരിക്കും. അവരോട് അങ്ങനെ പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല, നിങ്ങൾ കുടിച്ചോളൂ, ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നേക്ക് ഒരാൾ. അപ്പോൾ ജിത്തു ജോസഫിൻ്റെ ഒരു പടത്തിൽ വരുന്ന നോക്കുമ്പോൾ ആ ഒരു ത്രില്ല്, ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു? 100% അതൊരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു ഫാക്ടറാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ്. നമുക്ക് അങ്ങനെ ഒരു സർക്കിളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. എന്നാൽ ജിത്തു ജോസഫ് സാർ എന്ന് പറയുന്നത് ഇന്ന് മലയാള സിനിമയിൽ നമുക്ക് എടുത്താൽ ഏറ്റവും ടോപ്പിലുള്ള ഡയറക്ടർമാരിൽ ഒരാളാണ്. അപ്പോൾ ജിത്തു സാറിൻ്റെ പ്രൊഡക്ഷനിൽ പാർട്ടായത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. എനിക്ക് പേഴ്സണലി ഷെയ്നിൽ തോന്നിയൊരു കാര്യം, ഇപ്പോൾ ഒരു ജെൻസി റോളാണെങ്കിലും വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു റോളാണെങ്കിലും എളുപ്പം അങ്ങോട്ട് മിങ്കിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് സ്വയം ഉണ്ടാക്കി എടുത്ത ഒരു ഇതാണോ, അതോ സംവിധായകർ ഷെയ്നിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടെന്ന് കണ്ടെത്തിയതായിരിക്കുമോ? ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബൾട്ടിയിലെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു തമിഴ്നാട് ബോർഡറിൽ കിടക്കുന്ന ഒരാളാണ്. ഭയങ്കര റോ ജീവിതം ജീവിക്കുന്ന കബഡിക്കാരനാണ്. ഇപ്പോഴത്തെ ദൃഢത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അയാളുടെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ലുക്ക് വൈസ് ആയാലും ശരി, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ആസ് എ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾക്ക് പറ്റുന്നത് ചെയ്യുന്നു. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഡയറക്ടറിൻ്റെ വിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബൾട്ടിയിൽ ആ ലുക്ക് ഡിസൈൻ ചെയ്ത് നമ്മുടെ ഡയറക്ടറാണ്. അങ്ങനെ ഒരു ലുക്ക് അപ്പോൾ നമ്മൾ നോക്കുന്നതിന് കുഴപ്പമില്ല. കാര്യം ഇതിൽ നിന്ന് ഒരു കുറച്ച് വളർന്നു കഴിഞ്ഞാൽ എനിക്ക് ദൃഢ അഭിനയിക്കാനും പറ്റും. ഇതെല്ലാം ഉണ്ടല്ലോ, പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു ഇംഗ്ലീഷ് സിനിമ പോലെ 2 വർഷം 3 വർഷത്തെ ഒരു പടം ചെയ്യുന്ന പരിപാടിയല്ലല്ലോ. അപ്പം അതെല്ലാം എല്ലാം ഒത്തു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡയറക്ടറിൻ്റെ വിഷനും നമുക്കിത് ചെയ്യാനുള്ള നമ്മളുടെ ഒരു താല്പര്യവും എല്ലാം കൂടെ വരുമ്പോഴാണ് ഇത് സെറ്റാവുന്നത്. ഒരു പാവത്താൻ അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കൻ ക്യാരക്ടർ കൂടുതൽ തേടി വരുന്ന എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. കാര്യം ഇപ്പോൾ ബൾട്ടിയിലെ ഉദയൻ അതല്ല, ഇപ്പോൾ RDXലെ റോബർട്ട് അതല്ല. എന്നാൽ നമുക്ക് ഈ പറഞ്ഞ 2 സെക്ടറിലെയും പടങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ബോയ് നെക്സ്റ്റ് ഡോർ പരിപാടിയും ചെയ്യണം, എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു അഗ്രസീവ് സ്പേസിൽ നിൽക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ രണ്ടും ഇടകലർന്ന് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഒരു ടീമുണ്ട് അജയ്യുടെ കൂടെ, വിജയ് ശോഭിച്ചേട്ടനുണ്ട്, അങ്ങനെ നമ്മൾ ദിനേശ് ചേട്ടനുണ്ട്, കോട്ടയം രമേശ്. അതെ, കോട്ടയം രമേശ്. അപ്പോൾ ഇവരുടെയൊക്കെ കാരണം ഇവരൊക്കെ റിയൽ ലൈഫിലും ഷെയ്നേക്കാൾ സീനിയേഴ്സാണ്, സിനിമയിലും സീനിയേഴ്സാണ്. അവർ തന്നൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഭയങ്കര നല്ല കാസ്റ്റിംഗ് ക്രൂ ആയിരുന്നു. നമുക്ക് ആലോചിക്കുമ്പോൾ എല്ലാം നല്ലൊരു ഓർമ്മകളുള്ള, നല്ല സമാധാനമുള്ള ഷൂട്ട്, അന്തരീക്ഷം, വെൽ പ്ലാൻഡ് ആയിരുന്നു അവർ. അങ്ങനെയൊക്കെ പോയൊരു സിനിമയായിരുന്നു. എനിക്ക് എല്ലാവരും പറയും ഇങ്ങനെ ഫാമിലി പോലെ എന്ന് പറയുമ്പോൾ അതെനിക്ക് തോന്നുന്നു അതത്ര ഓവർ റേറ്റഡ് അല്ല. ഞാനിപ്പോൾ ഇവരെ പറ്റി പറഞ്ഞാൽ എനിക്കതൊരു ഫാമിലി പോലെയായിരുന്നു. നമ്മൾ വരുന്നു, എല്ലാവരും നല്ല പോസിറ്റീവ് എനർജി തരുന്നു, എല്ലാവരും ചിരിച്ച മുഖങ്ങൾ, ഒരുപാട് നല്ല സന്തോഷമായ വിശേഷങ്ങൾ പറയാനുണ്ടാവും. മാത്രമല്ല എല്ലാവരും എല്ലാ ഫ്രെയിമിലും ഉണ്ട്, ഒരുമിച്ചാണ് എല്ലാവരും. അതേപോലെയായിരുന്നു നമ്മളും ഒരു നല്ലൊരു ടീമായിട്ട് തന്നെയാണ് നിന്നത്. 2 സ്റ്റണ്ട് സീനുകളാണുള്ളത് സിനിമയിലുള്ളത്. ആ സീനുകൾ എടുക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് ഫൈറ്റിനേക്കാൾ ഉപരി അതൊരു ഫൈറ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് സർവൈവലാണ്. അത് സിനിമ കാണുന്ന ഒരാൾക്ക് മാത്രമേ അത് എന്താണ് ആ ഫൈറ്റ് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മളൊരു നായകൻ്റെ മാസിക ഹീറോയിസത്തിനുള്ളൊരു ഫൈറ്റ് അല്ല, അയാളുടെ നിലനിൽപ്പിനാണ് ആ ഫൈറ്റ്. അതാണ് അതിനകത്തൊരു പുതുമ ഞാൻ കാണുന്ന. ആ ഫൈറ്റിൻ്റെ ഒരു രസവും അതാണ്. ബാക്കി ഫൈറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം അതായിരിക്കും. ഒരു തട്ടുപൊളിപ്പൻ പരിപാടി പോലെയല്ല, ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന ഒരു വയലൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. SI അജയ് രാധാകൃഷ്ണന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നോ? ഈ ലുക്ക് മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും? നമുക്ക് എഴുതി തന്നിരിക്കുന്ന ഡയലോഗ്സ് പറയണമെങ്കിൽ ഇയാൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ സിനിമ ഒരു കോൺവെർസേഷൻ ബേസ്ഡ് ആണ്. നമുക്ക് ചെറിയ മൈന്യൂട്ട് പരിപാടികളോ അല്ലെങ്കിൽ കുഞ്ഞു എക്സ്പ്രഷൻ പ്രോഗ്രാം അത്രയും അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല. ഇത് കുറേ കൂടി ഇൻഫർമേറ്റീവ് പറയുന്നതിലൂടെയാണ് ഈ സിനിമയുടെ. ഇത് ഇങ്ങനെ ഇവർ തമ്മിൽ ചർച്ച ചെയ്യും, അപ്പം അങ്ങനെ ചെയ്യാമെന്ന് പറയും, ഇപ്പം ഇങ്ങനെ ചെയ്യാമെന്ന് പറയും, ഇങ്ങനെ ഈ കഥ ഇങ്ങനെ കോർത്തിണങ്ങി പോകുന്നത്. അപ്പം സംഭാഷണത്തിനകത്തുണ്ട് ഈ വ്യക്തിയുടെ മാനറിസം എങ്ങനെയായിരിക്കും, ഈ വ്യക്തിയുടെ ഒരു ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം ആ ആളാവാനെ
ആണ് ഞാൻ വർക്ക് ചെയ്തതെന്നുള്ളതാണ്. സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ആ ഒരു ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തെന്നുള്ളതാണ്. പോലീസ് വേഷം ഇതുവരെ ചെയ്യാത്ത ഒരു പോലീസ് വേഷമാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് ഒരു കഥ വരുമ്പോൾ ആ ജോണറിൽ മുമ്പ് വന്ന സിനിമകൾ റഫർ ചെയ്യുന്ന പരിപാടി ഉണ്ടോ? ഞാൻ ഇപ്പോൾ ഈ അടുത്ത് വന്ന പോലീസ് പടങ്ങളൊക്കെ അത്യാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഈ പടം ചെയ്യുന്നത് കൊണ്ട് കണ്ടതല്ല. നമ്മളവിടെ പടം നമ്മൾ പൊതുവേ ഹിറ്റായ ഒരു നല്ല പടം കാണുമല്ലോ, അങ്ങനെ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും ഉറപ്പായിട്ടും. കാര്യം അങ്ങനെ ആവരുത് എന്നുള്ളൊരു സാധനമെങ്കിലും ഉണ്ടാവില്ല. കാര്യം കഥപരമായിട്ടോ അങ്ങനത്തെ ടച്ച് വരരുത്, ഒരു മൈൻഡിൽ കിടക്കല്ലോ. പിന്നെ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ഒരു പരിമിതി ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു നമുക്ക് തരുന്ന വേഷത്തെ എങ്ങനെ നമുക്ക് പോർട്രേ ചെയ്യാം, അതായിരിക്കും നമ്മളുടെ ഒരു പരിമിതി. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഒരു ഇഷ്ടപ്പെട്ട പോലീസ് സിനിമ ഏതായിരിക്കും? ഇപ്പോൾ കമ്മീഷണറോ അതുപോലെ? അയ്യോ, അതൊക്കെ വെച്ചാൽ വേറെ ഇത് ഇപ്പം എങ്ങനെ പറയാം, ലാർജർ ദാൻ ലൈഫ് നമ്മൾ ഒരു ടൈമിൽ മറ്റേ വാവ് IPS അല്ലേ, ഭരചന്ദ്രൻ IPS ഈ ക്യാരക്ടർ ഇതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഐക്കോണിക്കാണ്. ഇത് എന്താ പറയുക, പക്ഷെ ലാലേട്ടൻ്റെ മുഖം പോലത്തെ പോലീസ് സ്റ്റോറികളുണ്ട്. അതെ അതെ അതെ, അങ്ങനെ ഉണ്ട്. മറ്റേ വേറെ ടൈപ്പ് പരിപാടികളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളും ഒക്കെ നമുക്ക് പണ്ടും പോലീസുകാരിലുണ്ട്, പോലീസ് സ്റ്റോറീസിൽ പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്ന് പിക്ക് ചെയ്യാൻ പറയുമ്പോഴാണ് ഈ പ്രശ്നം. എനിക്കെല്ലാം അത്യാവശ്യം വർക്കാണ്, നമുക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളവരാണ്. അതെ അതെ. ഇപ്പോൾ ഈ സുരേഷ് ഗോപി സാറായിരുന്ന ഒരു ടൈമിൽ കൂടുതൽ പോലീസ് വേഷങ്ങളായിരുന്നു. അതെ അതെ. പിന്നെ മമ്മൂക്കാടെ കുറേ നല്ല പടങ്ങളുണ്ട്, ലാലേൻ്റെ ഉണ്ട് പോലീസ് വേഷങ്ങളിലൊക്കെ. അവരായിരുന്നു നമ്മുടെ അല്ലേ ഒരു ടൈമിൽ മൊത്തം അതെ അതെ പൗരുഷമുള്ള സാധനങ്ങൾ പിടിക്കും. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഷെയ്ൻ്റെ കരിയറിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഭൂതകാലം ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ഇപ്പോഴും ആളുകൾ സംസാരിക്കുന്നൊരു സിനിമയാണത്. അപ്പോൾ ആ സിനിമയെ പറ്റി ഇപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ടോ? എങ്ങനെയാണ്? ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ആ ഒരു ചോദ്യം വരും. ഞാനിപ്പോൾ എന്താ പറയുക, നമുക്കൊരു വളരെ സ്പെഷ്യലായിട്ടുള്ള മൂവിയാണ്. കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്നു, നമുക്കൊരു എല്ലാവരും. അപ്പോൾ ആ സമയത്താണ് സീ യു സൂൺ മഞ്ഞ ഫഹദ് ഖാൻ. അതെ. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മളും ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാസ്റ്റ് അപ്പോഴത്തെ റിലീസ് വലിയ പെരുന്നാളാണ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ആവുന്നു, പടം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പടവും നടക്കുന്നില്ല. ആ ടൈമിൽ ഒരു അനുഗ്രഹം പോലെ എല്ലാം ഒത്തുചേർന്ന് വന്നൊരു ടൈപ്പ് പടമാണ്. ആ പടം സംഭവിക്കാൻ വേണ്ടി എല്ലാം വന്നു ചേരുക എന്ന് പറയില്ല. ഇപ്പം നമ്മൾ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു കോള് വിളിക്കുന്നു, അത് പെട്ടെന്നൊരു പ്രോജക്റ്റ് ആവുന്ന പോലെയൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് അത്രയും നാളത്തെ കാത്തിരിപ്പാണ്. എല്ലാവരെയും പോലെ കോവിഡ് സമയത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാൽ നമുക്കൊരു പടം ചെയ്യണം. ബേസിക്കലി ലൈം ലൈറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, എല്ലാം ഒത്തുചേർന്നൊന്നൊരു പടമാണ്. അതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ റിയൽ ലൈഫിൽ? ഉണ്ട്. അത് ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മുടെ സൈക്കോളജിയാണ് കുറേയൊക്കെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനർജീസ് ഉണ്ട്. നമ്മളൊരു ഫ്രീക്വൻസിയുടെ താഴെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇത്തരം നെഗറ്റീവ് ഫ്രീക്വൻസീസിന് നമ്മളെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ചിലപ്പോൾ പറ്റിയേക്കാം. നമ്മൾ ബേസിക്കലി നമ്മൾ എങ്ങോട്ട് നമ്മുടെ കോൺഷ്യസ്നെസ് കൊടുക്കുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ എനർജിയും പോകും. തിരിച്ച് നമ്മുടെ യൂണിവേഴ്സിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും എന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഞാൻ പലപ്പോഴായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. എനർജീസ് ആർ റിയൽ, വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. ഈ ഭൂതകാലത്തിനും അതുപോലെ തന്നെ DS ഇറയിലെ ആ ഒരു യൂണിവേഴ്സ് പോലെ കണക്ട് ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, സൈജു ചേട്ടൻ. അതെ അതെ. അത് ശ്രദ്ധിച്ചിരുന്നോ? എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് ഡയസിറെ ഇത് കാണാൻ പറ്റിയില്ല. അതെയോ? ഞാൻ പ്രിവ്യൂവിനും വിളിച്ചു. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു ഹൊറർ ഫാനല്ല. അത് ഇപ്പം അപ്പം നിങ്ങൾ ചോദിക്കും ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമ എന്താ ചെയ്തതെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കൂടുതലായിട്ട് കാണാൻ അങ്ങനെ നോക്കുന്നൊരു ഇതല്ല. നമുക്ക് പിന്നീട് ഞാനൊരു ആഫ്റ്റർ കോവിഡ് ടൈമിൽ പിന്നെ അത്ര ഭയങ്കര സീരിയസ് പടങ്ങളിൽ നിന്നും കുറച്ച് ഡാർക്ക് ജോണിൽ നിന്നൊക്കെ മനഃപൂർവ്വം തന്നെ ഞാൻ മാറിയിരുന്നു എൻ്റെ തന്നെ പേഴ്സണൽ ഇതിന് വേണ്ടിയിട്ട്. സോ അത് കാണാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞറിഞ്ഞു ഇങ്ങനെ സഹിച്ചേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത് നല്ല സന്തോഷം തോന്നി. പക്ഷേ കാരണം ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ആ സഹിച്ചേട്ടനെ കാണിക്കുന്ന സീനിൽ തിയേറ്ററിൽ ഭയങ്കര കയ്യടിയായിരുന്നു. ആ ക്യാരക്ടർ ആളുകൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഭൂതകാലത്തിൽ. അതെ അതെ. കാരണം അതിലൊരു ഡയലോഗ് തന്നെയുണ്ട്, കാണത്തോടെ ഞാൻ പറയുന്നില്ല. പക്ഷേ പുള്ളി കാണിച്ചപ്പോൾ ആളുകൾ ഇന്ന സിനിമയാണിത്,
ആ വീടിനെ പറ്റി പറയണല്ലേ? അതെ അതിനോട് പറഞ്ഞിരുന്നു. അതെ അല്ലേ? ഭയങ്കര ഐഡിയായിരുന്നു ആ സീനിൽ. അതുപോലെ ഒരു ചെറിയൊരു ബ്രഹ്മയുഗം കണക്ഷൻ ഉണ്ടായിരുന്നു അതിന്. ബ്രഹ്മയുഗം ഉണ്ട് അതില്. ഓ ഞാൻ പറയില്ല. പുള്ളി യൂണിവേഴ്സ് ഉണ്ടാക്കണേ. അത് പക്ഷേ അന്ന് തിയേറ്ററിൽ ആർക്കും മനസ്സിലായില്ല. ഇത് OTT വന്നതിന് ശേഷമാണ് ഇത് ഈ ക്യാരക്ടർ, ഈ സംഭവം ഇതാണല്ലോ എന്ന് അങ്ങോട്ട് ആൾക്കാർ കണ്ടുപിടിച്ചതാണ്. ഡയറക്ടർ ബ്രില്യൻസ് എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചതാണ്. പക്ഷേ ഈ ഭൂതകാലം കണക്ഷൻ അന്ന് തിയേറ്ററിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായിരുന്നു. തമിഴിൽ കഴിഞ്ഞു, ഇപ്പോൾ തെലുങ്കിൽ പുതിയ സിനിമ വരാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് തെലുങ്കിലേക്കുള്ളൊരു എൻട്രി എങ്ങനെയാണ് സംഭവിച്ചത്? അത് ഭയങ്കര അവിചാരിതമായിരുന്നു. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ടാകാൻ വേണ്ടി ഇരുന്നിട്ട് അത് കുറച്ച് സാങ്കേതിക കാരണങ്ങളാണ് ഡിലേ. അപ്പോൾ നമുക്ക് ടൈമുണ്ട്, പക്ഷേ നമുക്ക് ആ ടൈം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ ടൈമിലേക്ക് ചെയ്യാമെന്നും പറഞ്ഞ് വന്നിട്ടുള്ളൊരു പ്രോജക്റ്റായിരുന്നു അത്. അതൊരു പെട്ടെന്ന് കയറിയ ഒരു പ്രോജക്റ്റാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളത് ഒരു ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് വൈസ് ഡേറ്റ് എനിക്ക് അത്രയും കൺഫർമേഷനിൽ ഇപ്പോൾ അറിയില്ല. സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ആക്ടർ എന്നുള്ള രീതിയിലൊരു ഗ്രോത്ത് എങ്ങനെയാണ് സ്വയം ഒന്ന് വിലയിരുത്തുന്നത്? എങ്ങനെയാണ് ഇപ്പോഴും പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എങ്ങനെയാണത് സ്വയം തോന്നിയിട്ടുള്ള കാര്യം എന്താണ്? സ്വയം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇനിയും നമുക്ക് നന്നാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയുണ്ട്. അങ്ങനെ എല്ലാം മറ്റേ നമ്മൾക്ക് അപ്പം പറ്റാവുന്ന നമ്മുടെ നോളജും നമ്മുടെ സാഹചര്യങ്ങളും വെച്ച് നമ്മളെല്ലാം അപ്പം പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മളൊരു വർഷം 2 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ ബെറ്റർ ആക്കാം, ഇനിയും ബെറ്റർ ആക്കാം എന്ന് പറഞ്ഞൊരു തോട്ടുണ്ട്, എപ്പോഴും ഉണ്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു തിരുത്തണം എന്ന് തോന്നിയ എന്തെങ്കിലും പോരായ്മകളുണ്ടോ? ഇപ്പോൾ ഡയലോഗ് ഡെലിവറി ആണോ, അതിൽ പ്രസൻറ്റേഷൻ ആണോ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഡയലോഗ് ഡെലിവറി ഉറപ്പായിട്ടും ഉണ്ട്. ഞാനത് ഡയലോഗ് ഡെലിവറി എന്നുള്ളതല്ല, നമുക്ക് കയ്യിൽ നമുക്ക് കുറച്ചൊന്ന് ട്വീക്ക് ചെയ്യാൻ പറ്റുന്ന ഡയലോഗ്സിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ ദൃഢത്തിൻ്റെ കേസിലാണെങ്കിൽ എനിക്കത് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഞാനത് മാർട്ടിനോട് പറഞ്ഞിട്ടുണ്ട്. പടം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അത്രയും ഡയലോഗ് ഓറിയൻറ്റഡ് ആക്കണ്ടായിരുന്നു മാർട്ടിൻ. എൻ്റെ ഒരു ഞാൻ പ്രേക്ഷകൻ്റെ അഭിപ്രായമായിട്ട് ഞാനത് മാർട്ടിനോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരു ടീമിൻ്റെ അടുത്ത് പോയിട്ട് അവർ തന്ന ഡയലോഗ്സ് മാറ്റാൻ പറയാനുള്ള ഒരു, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഒരുപാടായിട്ട് അതിലേക്ക് അവരുടെ ഒരു ക്രിയേറ്റീവ് സ്പേസിലേക്ക് നമ്മളങ്ങനെ മോശം തോന്നിക്കൊണ്ടാണ് ഞാൻ അന്ന് ഇതാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരു പടമായിട്ട് കണ്ടപ്പോൾ അതിനകത്ത് കുറച്ച് ഡയലോഗ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ തിരുത്താമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. മലയാളം കടന്നു, തമിഴ് കടന്നു, തെലുങ്കിൽ വരുന്നു. ഷൈനിൻ്റെ ഈ ഒരു വളർച്ചേനെ ഉമ്മച്ചി എങ്ങനെയാണ് കാണുന്നത്? ഉമ്മച്ചി നൽകുന്നൊരു സപ്പോർട്ട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അവരാണല്ലോ മെയിൻ സപ്പോർട്ട്. ഇപ്പോൾ മദറായാലും ശരി, 2 സിസ്റ്റേഴ്സ് ആയാലും ശരി, ഇവരാണ് നമ്മുടെ എല്ലാ ഫേസസും കാണുന്നത്. ഇപ്പോൾ നമുക്കൊരു സിനിമ ഇറങ്ങുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രഷർ അത് ചില്ലറയല്ല. പ്രത്യേകിച്ച് നമ്മൾ ഷോൾഡർ ചെയ്യുന്നൊരു പടമാണെങ്കിൽ അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. സോ അതിനെ നമുക്ക് സപ്പോർട്ട് വേണം. നമുക്കൊരു ഫാമിലി അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഉമ്മച്ചി എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ? ഈ അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ഒരു ഉപദേശം നല്ലതിനാന്നേ പറയുള്ളൂ. എന്ത് സംഭവിച്ചാലും നല്ലതിനാന്ന് പറയും. എന്നാൽ ഈ പറഞ്ഞ വിഷമങ്ങളുണ്ടാവും, പക്ഷേ അൾട്ടിമേറ്റ്ലി ഭയങ്കര സ്ട്രോങ് ആണ് പുള്ളിക്കാരി. ഞാൻ കണ്ട ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു വുമണാണ്. ഫൈറ്ററാണ്. തിരിച്ചു വരും എന്ന് പറഞ്ഞൊരു സാധനം പുള്ളിക്കാരി. എനിക്ക് അത് തന്നെയാണ് എനിക്കുള്ളൊരു പ്രചോദനമാണ്. ഒരു സിനിമ ഇപ്പോൾ സപ്പോസ് ഫ്ലോപ്പായെന്നാൽ ഷെയ്ൻ എങ്ങനെയാണ്? അത് വിഷമിച്ചിരിക്കുകയാണോ അതോ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യാറ്? വിഷമിക്കുകയും ചെയ്യും. കാര്യം വിഷമിക്കണമല്ലോ. കാര്യം നമ്മൾ അത്രയും കാലം നമ്മളൊരു ജീവിതത്തിൽ നിന്ന് എടുത്ത് നമ്മളൊരു ക്യാരക്ടറായിട്ടൊക്കെ മാറി ചെയ്തതല്ലേ. അത് വിഷമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്കത് വിഷമിക്കാനുള്ള എല്ലാ അർഹതയുണ്ട്. അതിന് ജീവിതത്തിൻ്റെ ഒരു അംശമാണ് നമ്മൾ അതിനകത്തേക്ക് കൊടുത്തേക്കുന്നത്. നമ്മളൊക്കെ കാര്യം ഇതൊരു അൺസർട്ടൺ ആയിട്ടുള്ളൊരു ലൈഫാണ്. എന്താണ് അടുത്ത നിമിഷം എന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു ജീവിതമാണ്. അതിൽ നമ്മൾ ഒരു കാര്യം കുറച്ച് ആൾക്കാരെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങി തിരിച്ച് അതിന് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയ ഭയങ്കര വിജയങ്ങളുണ്ടാവും, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പരാജയങ്ങൾ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സങ്കടം വരും. എനിക്ക് തോന്നുന്നത് സങ്കടപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. സങ്കടപ്പെട്ട എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തീരാ നൊമ്പരം പോലെ ഇതിങ്ങനെ കിടക്കും. അത് ചിലപ്പോൾ അത്ര ഗുണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് തന്നെ അടുത്ത പരിപാടിയിലേക്ക് വിഷമിച്ചതിന് ശേഷം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പിടിച്ച്
വരുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത്. നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടരുതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് ഷെയ്ൻ നിഗം. മലയാള സിനിമയിലായാലും മറ്റ് സിനിമയിലായാലും മറ്റൊരാളുടെയും ഒരു പിന്തുണയില്ലാതെ സ്വന്തം കരിയർ സ്വന്തം കെട്ടിപ്പടുത്ത ആളാണ് ഷെയ്ൻ. അപ്പോൾ അതിലേക്ക് മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ നന്നായിട്ട് നടത്തിയതാണോ? എങ്ങനെയാണ് അതിൻ്റെ? അതായത് ഇപ്പോൾ നമ്മളൊരു കുട്ടി, അയാൾ ഒരു കടലിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് ഇട്ടു. അയാൾക്ക് ഇത് നീന്തലും മര്യാദക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇതെന്താ പരിപാടി എന്ന് മനസ്സിലായില്ല. കടൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും എന്നുള്ളൊരു സീനിൽ വിചാരിക്കുക. അയാൾ എങ്ങനെ കരയിലേക്ക് എത്തും? സ്ട്രഗിളാണ് അല്ലേ? ശ്വാസം കിട്ടൂല, മുങ്ങിപ്പോവും, പിന്നെ ആരിലൊക്കെ പിടിച്ച് പൊക്കി പിന്നെയും താഴെ വരും. ഇതൊരു സ്ട്രഗിളാണ്. അത് എനിക്ക് പറഞ്ഞാൽ ആ സ്ട്രഗിൾ ഫേസ് എനിക്കിത് ഇപ്പം പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ് അതിനോട്. ഇപ്പം പണ്ടത്തെ പോലെ അത്ഭുതങ്ങളില്ല. ഇപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ചില പുതിയ ഡയറക്ടേഴ്സ് വന്നിട്ട് അയ്യോ ഷെയ്ൻ ചേട്ടാ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഷെയ്ൻ ബ്രോ ഇത് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഞാൻ കേട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെയാണ്. നമുക്കിപ്പോൾ അത്ഭുതമില്ല. കാര്യം അത് നമ്മൾ ഒരുപാട് കഴിഞ്ഞ്, അതായത് ഇപ്പോൾ ആ പ്രോജക്റ്റിന് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു പാര വന്ന് ആ പ്രൊഡക്ഷനിൽ വന്നോ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിൻ്റെ ഇടയിലുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കും. സിനിമ ഇൻഡസ്ട്രി അങ്ങനത്തെ ഒരു ഏരിയ ആണത്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ലത് നടക്കുള്ളൂന്നേ. അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ്ലി ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ മാക്സിമം നമ്മുടെ കഴിവിൻ്റെ പരമാവധിയൊക്കെ നമ്മൾ ചെയ്യല്ലേ. നമുക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യാൻ നോക്കി നല്ലത് വരുള്ളൂ എന്ന് തന്നെയാണ് വിശ്വാസം. മുന്നേ ചെയ്ത സിനിമകളിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കഥാപാത്രം ഒന്നുകൂടി നന്നാക്കി ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? മൊത്തത്തിൽ എന്നുള്ളതല്ല, അതിനകത്ത് ചിലപ്പോൾ ഒന്ന് ചെറിയൊരു ഫൈൻ ട്യൂണിങ് ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊന്നും അങ്ങനെയൊക്കെ നോക്കൂല. ഞാൻ അഭിനയിച്ച പടങ്ങൾ കാണാൻ ഭയങ്കര ചളിപ്പായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അതിൽ നിന്നൊരു കുറച്ച് അടുത്തായിട്ടാണ് നമ്മൾ ചെയ്യണ കണ്ടാലും നമ്മളൊന്ന് നോക്കും, അതിനൊന്ന് വിലയിരുത്തും, അതിലെ പോരായ്മകൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒന്ന് ഇപ്പോൾ ഈ അടുത്ത് അധികമായിട്ടില്ല. കാര്യം അതിന് മുമ്പ് നമുക്ക് ഭയങ്കര കോൺഷ്യസ് ആവും. ഭയങ്കര ചളിപ്പോടാണെന്ന് എനിക്ക് കാണണ്ടാവും. എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് പക്ഷെ ഇപ്പം അതൊരു ചളിപ്പ് കുറഞ്ഞു. ആ കഥാപാത്രത്തിനെ ഒന്നും കൂടെ നമ്മൾ നോക്കും, കുറച്ച് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാമെന്നൊക്കെ തോന്നും. കുറച്ചുകൂടി മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ മെച്യൂരിറ്റി വരുമല്ലോ, പ്രായമായില്ലേ ഇപ്പോൾ ലാസ്റ്റ് സിനിമയുടെ പേര് ദൃഢം എന്നാണ്. ലൈഫിലെടുത്തൊരു ദൃഢപ്രതിജ്ഞ എന്തായിരിക്കും? നമ്മളുടെ മനസാക്ഷിക്ക് നിരക്കാത്ത ചെയ്യരുത്. അത് എന്ത് കാര്യത്തിലാണ്? അതിപ്പോൾ ഒരു സിനിമ എടുക്കുന്ന രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയാനായിട്ട് വരികയാണെങ്കിൽ, ഇത് നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യം ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഈ മനസാക്ഷിയാണ് 24 മണിക്കൂറുള്ളത്. നമുക്ക് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. ആ കോടതി എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. എവിടെ നിന്ന് ഒളിച്ചോടാം. ചിലപ്പോൾ ഇവൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിന്ന് പോലും നമുക്ക് ഒളിച്ചോടാം. പക്ഷെ മനസാക്ഷിയുടെ കോടതി ഇച്ചിരി സീനാണ്. ഈ പറഞ്ഞ തെലുങ്ക് പടം അല്ലാതെ വേറെ ഏതൊക്കെ പടങ്ങൾ വരുന്നുണ്ടോ? വരുന്നുണ്ട്. മലയാളത്തിലൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. മുമ്പ് നമ്മൾ അനൗൺസ് ചെയ്തൊരു സിനിമയാണ്, പക്ഷെ അതൊന്നും കൂടെ റീബ്രാൻഡ് ചെയ്യാണ്. കാര്യം അതിൻ്റെ കുറച്ച് ടെക്നീഷ്യൻസ് മാറിയിട്ട് നമ്മളൊന്നും കൂടെ റീബ്രാൻഡ് ചെയ്ത് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അതാണ് ഈ കൊല്ലത്തേക്കുള്ള പരിപാടി.